നമസ്കാരം. അതുല്യയുടെ വീഡിയോ ആണ്. എത്ര വീഡിയോ ചെയ്തിട്ടും കേരളത്തിലൊന്നും വലിയ മാറ്റം വരാൻ പോകുന്നില്ല. പെൺകുട്ടികളെ ഇതുപോലെ തന്നെ പറഞ്ഞു വിടും, ഇതുപോലെയൊക്കെ സൈക്കോപാത്തുകൾ ഉപദ്രവിക്കും, ഇതുപോലെയൊക്കെ തന്നെ നടക്കും. നമ്മളിപ്പോൾ ഉത്തര, വിസ്മയ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇങ്ങോട്ട് തുഷാർജയെ തന്നെ കേട്ടില്ലേ, ഇങ്ങോട്ടിഞ്ഞ് പോരുവാണ്, ഒരു മാറ്റവും ഇല്ല. സത്യത്തിൽ ആൺകുട്ടികൾക്ക് ഇവിടെ പെണ്ണ് കിട്ടാനില്ലാത്ത അവസ്ഥയാണിപ്പോൾ. പക്ഷേ ഒരു 10 വർഷം മുന്നെയൊക്കെയാണ് ഈ വിവാഹങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അന്നത്തെ കാലാവസ്ഥ വേറെ ആയിരുന്നു തോന്നുന്നു. 18 വയസ്സ് അങ്ങോട്ട് തികയുമ്പോഴേ കെട്ടിച്ചു വിടുക, പെൺകുട്ടികളെ പഠിക്കാൻ പോലും അനുവദിക്കാതെ കെട്ടിച്ചു വിടുക. ഇതൊക്കെയാണ്. ഇത്രയും ബോധക്കേടൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യമാണ്, നമ്മളിപ്പം മാതാപിതാക്കളെ എല്ലാവരെയും കുറ്റം പറയുന്നുണ്ട്, പെൺകുട്ടികളെ ആലോചിക്കും. ഇപ്പം തന്നെ അതുല്യയുടെ കാര്യം തന്നെ അവർ വിവാഹം ഉറപ്പിച്ചിട്ട് പിന്നെ അത് മാറിപ്പോയതാണ്. പോയിട്ട് അത് വേണ്ടെന്ന് വെച്ചതാണ്. വേണ്ടെന്ന് വെച്ചപ്പോൾ തന്നെ അവൻ അവിടെ തൂങ്ങിച്ചാകും, അവൻ്റെ അമ്മ തൂങ്ങിച്ചാകും എന്നെല്ലാം പറഞ്ഞു. അവൻ ഫോൺ, ആ കാലത്ത് ഫോൺ പ്രണയിക്കുന്ന പോലെ, അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു പ്രണയം പോലെയാണല്ലോ. ആ കാലത്ത് അവൻ്റെ സ്വഭാവം ഇവർക്ക് മനസ്സിലായി സൈക്കോന്ന്. കാരണം അവൻ ഫോൺ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ അവൻ വയലൻ്റ് ആകും. അങ്ങനെ പല കാര്യത്തിനും മനസ്സിലായിട്ട് അവർ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ അവൻ ചാകുമെന്ന് പറയുമ്പോൾ പിന്നെ ഇവർ കെട്ടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഇവർക്ക് പാളി കെട്ടിച്ചു കൊടുത്തു. രണ്ടാമത് നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നുണ്ട്, മാതാപിതാക്കളെ നമ്മൾ കുറ്റം പറയുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് നിനക്ക് ഞാനുണ്ടടി, ഇനി പോര് നീ എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ശരിയാണ്. പെൺകുട്ടികളെ ഒരു കാവൽക്കാരെ പോലെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വരുന്നു. നാളെ ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നു. പിന്നെ തിരിച്ച് ആ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിലോട്ട് വന്ന് നിൽക്കാനുള്ള ഒരു യോഗമില്ല, നിൽക്കാൻ പറ്റില്ല. അത് നിൽക്കാൻ സമൂഹം സമ്മതിക്കുന്നില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വീട്ടിൽ വന്ന് നിന്ന് 2 ദിവസം കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കില്ലേ പോണില്ലേന്ന്. പിറ്റേ ദിവസം അമ്മ ചോദിക്കും, അച്ഛൻ ചോദിക്കും, എപ്പോഴാണ് പോകുന്നത്, എന്താ പോകുന്നത്, ഇനി അവൻ വരുമോ കൊണ്ടുപോകാൻ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അതായത് നമ്മൾ അവിടെ നിൽക്കേണ്ട ആൾക്കാരല്ല, നമ്മുടെ വീട് അപ്പുറം ആണെന്നുള്ള, അത് നമ്മുടെ സിസ്റ്റമാണ്. ഇനി ഇതിലെല്ലാം ഉപരി സമൂഹത്തെയാണ് പറയാനേക്കുള്ളത്. സമൂഹം കൂടെ മാറേണ്ടതുണ്ട്. നമ്മളെപ്പോഴും അച്ഛനമ്മമാരെ മാത്രം കുട്ടികൾക്ക് ഞാനുണ്ട്, ഞങ്ങളുണ്ട്, നീ ഇനി പോകേണ്ടി എന്ന് പറയുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്നൊപ്പം മറ്റൊരു കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഒരു മനസ്ഥിതി എന്താണെന്നറിയാം. ഒരു പെൺകുട്ടി ഡിവോഴ്സായിട്ട് ഒരു സൈക്കോടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ മരിക്കുന്നതിന് തുല്യമായിട്ട് ജീവിച്ചിട്ട് സഹിയിട്ട് അവൾ വന്നാലും അവൾ എങ്ങനെ എന്തുകൊണ്ട് വന്നു എന്നല്ലേ, ഡിവോഴ്സായി വന്നു, ഇത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അവൾ എന്തോ വേലി ചാടിയ മാതിരിയുള്ള ആറ്റിറ്റ്യൂഡാണ്. ഏതാണ്ട് ഒരു അച്ചടക്കമില്ലാത്തല്ലേ, ഒതുക്കില്ല, അവളൊന്നും നിൽക്കില്ലെന്ന് അന്നേ നമുക്കറിയാവുന്നേ. ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു പറച്ചിലും ഇതേപോലത്തെ ഒരു കാഴ്ചപ്പാടോ ഇതെല്ലാം പെൺകുട്ടികൾക്ക് അറിയാം. സ്വന്തം വീട്ടിൽ വന്നാൽ നിൽക്കാൻ അവസ്ഥയില്ലെന്നറിയാം, സമൂഹം പുച്ഛിക്കുമെന്നറിയാം. അപ്പോൾ പിന്നെ അവരുടെ മുന്നിലെ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. സ്ത്രീകൾക്ക് ഒത്തിരി പരിമിതികളുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാം അങ്ങ് കടിച്ചമർത്തുക. ഇതേപോലത്തെ നാർസിസം സ്വഭാവക്കാരെയും സൈക്കോപാത്തുകളെ എല്ലാം സഹിച്ച് അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. നമ്മളൊക്കെ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെയോ അല്ലെ നമ്മൾ കമൻ്റ് എഴുതുന്ന പോലെയോ അവർക്കിതൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ലേ. എല്ലാം മനസ്സിലായിട്ടും പെൺകുട്ടികൾ വർഷങ്ങളോളം ഇത് സഹിക്കുക. ചിലരൊക്കെ രക്ഷപ്പെട്ട് മക്കളൊന്ന് ഉതിർന്നു കഴിയുമ്പോൾ രക്ഷപ്പെട്ട് മാറുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു. ചിലർ ഇതുപോലെ അവസാന ആത്മഹത്യയിൽ അഭയം തേടുന്നു. ഇതെല്ലാം സഹിച്ച പെൺകുട്ടികൾ കൊണ്ടുപോകുന്നതിൻ്റെ കാരണക്കാരായ ഒരു വീട്ടുകാരും സമൂഹത്തിനൊരു വലിയ സ്ഥാനമുണ്ട് ഇതിനകത്ത്. പുച്ഛമാണ് ഡിവോഴ്സായി വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ കണ്ടു തുടങ്ങാം. വീഡിയോ എന്തുവാടി എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ഓപ്പണായിട്ട് പറയാണ്. അവന് എന്താ പറയുക, യൂറിൻ പാസ് ചെയ്തിട്ട് അത് വരെ അവളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവൾ. ശരിക്കും കുമ്പളങ്ങി നൈസിലെ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച ഷമ്മിയോ, ആ ഒരു സൈക്കോ ഇല്ലേ, ആ സൈക്കോയുടെ മൊട്ട തലയും അതേപോലെ അത് ഡിറ്റോ അല്ലേ. പിന്നെ ഈ കേസിൽ, അതുല്യയുടെ കേസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നമ്മൾ പല പീഡന കേസിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതും കൊന്നതും, അതിപ്പോൾ ഉത്തരയാണെങ്കിൽ പാമ്പിനെ കൊണ്ട് കുത്തിക്കൊല്ലിക്കല്ലേ ചെയ്തത്, വിസ്മയ ആത്മഹത്യ ചെയ്തതിലോട്ട് തള്ളിവിട്ടതാണ്. ഇതിലെല്ലാം ഹസ്ബൻഡായിട്ടുള്ള ആൾക്കാരിങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് അവർ വെളുപ്പിക്കാൻ നോക്കിയിട്ടില്ല. അവരെ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇവൻ സതീഷ് ശങ്കർ, ഇവൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ?
അവനുള്ള മീഡിയയ്ക്ക് മുന്നിലെല്ലാം ഒന്ന് പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗിക്കുന്ന എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരിക്ക് ഈ കേസ് അങ്ങനെയേ മറിച്ച് അതുല്യയുടെ തലയിലോട്ടിട്ട് അതുല്യ ഇതുവരെ നമ്മൾ അതുല്യ ആത്മഹത്യ ചെയ്തെന്ന് അറിഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നാലേ ഇനി വേറെ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇവൻ പറയുന്നുണ്ട് കട്ടിലൊക്കെ ഇവർ രണ്ടുപേരൂടെ പിടിച്ചാൽ പൊങ്ങാത്ത കട്ടിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൻ്റെ മുകളിൽ മാസ്ക് ഉണ്ട്, ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആരോ വന്ന് കൊലപാതകം നടത്തിയാന്ന് പറഞ്ഞാൽ ആ രീതിക്ക് അവൻ മാറ്റാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സമയത്തെല്ലാം ഇവൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ അതുല്യയുടെ തലയിലോട്ട് മൊത്തം കുറ്റം ഇടാൻ പോവുക. പിന്നെ എനിക്ക് അവളല്ലേ ഉള്ളൂ, അവൾ ഇന്നാളും ഒന്ന് പോകാൻ ഒരുങ്ങിയ പെട്ടി എല്ലായിടത്തും ഞാൻ വലിച്ചു കയറ്റിയാണ്. അപ്പോൾ ആങ്കർ ചോദിക്കുക അങ്ങ് വിട്ടുകൂടായിരുന്നു. അപ്പോൾ അവൻ പറയാം എനിക്കവളല്ലേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ പോയിന്റ് അതാ. ഇവൻ ഇവളെ ഉള്ളെന്നും പറഞ്ഞിങ്ങനെ കൂട്ടിപ്പിടിക്കുക. അതായത് ബോധം ചില സമയത്ത് മുഴുവൻ മുക്കുടിയനാണ്, അതിൻ്റെ കൂടെ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം അടിക്കത്തില്ല, ഞാൻ അങ്ങനെ വെള്ളത്തിന് അടിറ്റില്ല, മുഴുവൻ നേരം വെള്ളത്തിന് അടിറ്റ് തന്നെയാണ്. ഇനി വെള്ളത്തിനടിയില്ലേലും ഇവരുടെ ക്യാരക്ടറാണ് ഈ സൈക്കോ സ്വഭാവം, നാർസിസം സ്വഭാവം. ഈ വന്നിരിക്കുന്നത് ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു നാർസിസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാം. നമ്മുടെ ഒരു മലയാളത്തിൽ കേരളത്തിൽ വന്ന് താമസിക്കുന്ന ഒരു തമിഴ് നടനെ നമുക്കെല്ലാം അറിയാമല്ലോ ആ സ്വഭാവം ഉള്ളത്. 10 പേര് കൂടി അവമാനിക്കും, പെണ്ണിനെ അപ്പം തന്നെ അവമാനിക്കും, അല്ലെങ്കിൽ ഇല്ലാത്ത കഥ പറയും. ഇതൊക്കെ തന്നെയാണ് ഇവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെണ്ണിനെ അങ്ങ് ഉയർത്തി മോളി വരെ ഉയർത്തി പറയും. പക്ഷേ അതേപോലെ താഴോട്ട് വലിച്ചിട്ട് ആൾക്കാർ കൂടെ നിൽക്കുമ്പോൾ അപമാനിച്ച് വിടും. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് കണ്ണീരൊലിപ്പിച്ച് അയ്യോ എനിക്ക് നീ ഇല്ലാതെ ഒരു ദിവസം ജീവിക്കാറില്ല, എനിക്ക് നീ പോവല്ലേ, എന്നെ ഇട്ടേച്ച് പോവല്ലേ, എൻ്റെ എല്ലാം നീ ആണേ എന്ന് പറയും. അപ്പോൾ ഈ പൊട്ടിപ്പെണ്ണുങ്ങൾ അവന് ഞാനില്ല നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷേ ഇതെല്ലാം അവരുടെ ആ സ്വഭാവം, അവരുടെ ആ നാർസിസം സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണത്. അവരതിൽ നിന്ന് സംതൃപ്തി കണ്ടെത്തുന്നുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതിലൊക്കെ. ഇപ്പം ഇവൻ തന്നെ അവൻ്റെ ഒരു കർച്ചീഫ് കഴുകിയില്ലെങ്കിൽ അവൻ അത് ബാത്റൂമിൽ കൊണ്ടിട്ട് ബാത്റൂം തുടയ്ക്കും. ആ കർച്ചീഫ് ഉപയോഗിച്ച് ബാത്റൂം തുടയ്ക്കും, അല്ലെങ്കിൽ കിച്ചൺ തുടയ്ക്കും. എന്നിട്ട് അവനതെടുത്ത് ആ പെൺകുട്ടിയുടെ മുഖം തുടയ്ക്കും, നിനക്കുള്ള ശിക്ഷ ഇതാണെന്നും പറഞ്ഞ്. അപ്പോൾ അവൻ എങ്ങനെ നോക്കിയാലും മുഴുവൻ സമയം പീഡനം നടത്തി. എന്നിട്ട് അവൻ ഇപ്പോൾ വന്നിട്ട് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അയ്യോ അവളെൻ്റെ കൈ തല്ലി ഒടിച്ചായിരുന്നു, അവൻ്റെ കാല് തല്ലി ഒടിച്ചായിരുന്നു, അയ്യോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പിന്നെ ഒരു ഭാര്യയെ കയറി അവളെന്നോ ഇവളെന്നോ എടിയെന്നോ പൊടിയെന്നോ ഒന്നുമല്ല മീഡിയയുടെ മുന്നിൽ പറയുന്നത്. നമ്മളെ കയ്യിലെടുക്കാൻ വേണ്ടി കുഞ്ഞ് ഇത് തന്നെയാണ് ആ പെൺകുട്ടിയോട് ചെയ്തുകൊണ്ടിരുന്നത്. ആ പെൺകുട്ടിയെ ഉപദ്രവിക്കും, കുടിക്കും, ഉപദ്രവിക്കും. മറു സൈഡിൽ കുഞ്ഞെ നീ എന്നെ ഇട്ടേച്ച് പോലെ, നീ പോയ എനിക്കാരുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ വിളിക്കാറില്ല, അമ്മയായിട്ട് ബന്ധമില്ല, ചേട്ടൻ മരിച്ചുപോയി, ചേട്ടനായിട്ട് ബന്ധമില്ലായിരുന്നു, പെങ്ങളുണ്ട്, പെങ്ങളുമായിട്ടൊന്നുമില്ല, എൻ്റെ കുടുംബം ഒന്നും എനിക്ക് ആരുമായിട്ട് ബന്ധമില്ല, എനിക്ക് ഇവൾ മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. എന്താണ് ഇവൾ മാത്രം? കഥ അടച്ചിട്ട് ജോലിക്ക് പോകും, തിരിച്ചു വരുമ്പോൾ കുടിച്ചിട്ട് വന്നിട്ട് മുഴുവൻ നേരെ ഇവളെ പീഡിപ്പിക്കുക. ഈ കൊച്ചു പോലും അത് കണ്ട് പേടിക്കേണ്ടെന്ന് എഴുതിയാണ് നാട്ടിക്കൊണ്ട് അതിൽ നിർത്തിക്കുന്ന കൊച്ചിന് ഇയാളെ പേടിയാണ്. എന്നിട്ട് പറയുന്നത് എന്താ, അയ്യോ എനിക്ക് അവൾ മാത്രമേ ഉള്ളെന്ന്. ഇതാണ് അവരുടെ സ്വഭാവം. അപ്പം അതുല്യ കൂട്ടുകാരിക്ക് അയച്ച ഒരു വോയിസ് കേൾക്കാം. ചവിട്ടി കൂട്ടുതന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല, ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല. 5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോലും അടിവയറിന് തൊഴിച്ചിട്ട് ബ്ലീഡിങ് ആയിട്ടുണ്ട്. രണ്ടാമതൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയെ നാട്ടിൽ വന്ന് അബോർഷൻ ആക്കിയിട്ടുണ്ട് അതുല്യ. കാരണം അത് അതുല്യക്ക് പല കാര്യം ഇവൻ്റെ കൂടെ ജീവിച്ച് ഇനി ആ കൊച്ചിനെ കൂടെ നരയിപ്പിച്ച് ജീവിക്കണ്ട, അല്ലെങ്കിൽ ഡിവോഴ്സായിട്ട് എപ്പോഴേലും പോകണമെന്നോ അങ്ങനെയൊക്കെ ഇവരൊക്കെ ഉപദേശിച്ച് കാണും. അതുകൊണ്ടായിരിക്കാം നാട്ടിൽ വന്ന് ഇതാക്കി. അതിനവന് നല്ല പ്രതിഷേധമുണ്ട്. ഇവരിത് വർഷങ്ങളായിട്ട് 10-12 വർഷമായിട്ട് ഇതേ ജീവിതം തുടർന്ന് പോരുന്ന. ഇപ്പം ഈ അതുല്യ കയറി ഈ കടുങ്കൈ ചെയ്യണമെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്തോ സംഭവം അവരുടെ 2 പേരുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇപ്പം അവൻ്റെ കാലെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് മുറിഞ്ഞതേ ഉള്ളൂ, ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുറിവാണ്. അപ്പോൾ അത് ആ തലേദിവസം രാത്രി അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതൊക്കെ അവൻ മറച്ച് വെച്ചിട്ട് അതിൽ എന്നെ അവിടെ തള്ളിയിടും, ഇവിടെ തള്ളിയിടും, ബാത്റൂമിൽ തള്ളിയിട്ടു, അങ്ങനെ തള്ളിയിട്ടു, ഇങ്ങനെ തള്ളിയിട്ട് ഇതാണ്. പിന്നെ അവൻ വെള്ളം അടിക്കാമെന്ന് പറഞ്ഞാൽ ഒരു കുടിയൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവൻ ഞാൻ 2 നേരം ഇൻസുലിൻ എടുക്കുന്നു, ഞാൻ വെള്ളം അടിക്കുകയില്ല, വല്ലപ്പോഴും അടിക്കുകയുള്ളൂ, അല്ലെ കുറച്ചേ അടിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതൊക്കെ മുൻകൂർ ജാമ്യങ്ങളാണ്. കള്ളം പഠിച്ച കള്ളനാണ്. എങ്ങനെ അവന് നിൽക്കാന്നുള്ളത് നല്ലപോലെ അറിയാം. ഞാൻ ഈ വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ സൈറ്റിൽ വിയർത്ത് ജോലി ചെയ്ത് വരുന്ന മനുഷ്യനാണ്. ഞാൻ വല്ലപ്പോഴും വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട്. ഡെയിലി എനിക്ക് കഴിക്കാനും പറ്റത്തില്ല, എന്റെ ആരെയും സമ്മതിക്കത്തില്ല. ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ്. ഞാൻ ഡെയിലി ഇൻസുലിൻ എടുക്കുന്ന മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ ഡെയിലി ഇവർ പറഞ്ഞ ഡെയിലി കഴിക്കാൻ പറ്റും.
അവൻ്റെ അഭിനയം കേട്ടോ. അതാ മീഡിയ ചോദിച്ചില്ലെങ്കിലും ഞാനങ്ങനെ അടിക്കാറില്ല, എനിക്ക് അസുഖമുണ്ട്, ഇൻസുലിൻ എടുക്കുന്ന ഞാനങ്ങനെ എപ്പോഴും വെള്ളം അടിക്കാറില്ല. നമ്മൾ ആദ്യം കണ്ട വീഡിയോ കണ്ടല്ലോ, സൈക്ക പോലെ അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടക്കുന്നത്, ആ വീഡിയോ ഒക്കെ അതിൽ അയച്ചിട്ടുണ്ട്. പിന്നെ അതുല്യയുടെ തലയിലോട്ട് മൊത്തം കുറ്റം കൊണ്ടുവെക്കുന്നത് കേൾക്കാം. വരുമ്പോൾ അവൾ ഭയങ്കര, അവൾക്ക് അമ്മയ്ക്കും അറിയാം അച്ഛനും അറിയാം, അവൾക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമുള്ളൂ. അവൾക്ക് കൈ കിട്ടിയൊക്കെ എടുത്ത് നോക്കുന്നത് ഉണ്ടോ? ഇതൊന്നും അല്ല, ഇനിയുണ്ട്. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നതല്ലോ. അടിച്ചതിന്റെ പാടല്ല, പക്ഷെ എന്തിന്റെ പാടാണത്? ഇത് അടിച്ച പാടാട്ടെ മൊത്തം. ഇത് അവൾ എന്തൊക്കെ കാണിച്ചാണത്. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ മുറിവൊക്കെ പുതിയതായിട്ടുണ്ടായ മുറിവ്, ആ മുറിവ് സത്യത്തിൽ ഈ അതിൽ ഇത് ചെയ്യുന്നതിൻ്റെ ആ രാത്രി നടന്ന എന്തോ സംഭവമാണ്. ഇവൻ കെട്ടി തൂക്കിയതാണോ എന്ന് പോലും അറിയാൻ പറ്റില്ല, കാരണം ഇവന് തന്നെ ബോധമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ സത്യം അറിയാവുള്ളൂ. ഇനി അതുല്യ അവനെ ചവിട്ടി കൂട്ടിയെന്ന് പറയുന്നത് കേൾക്കാം. ഞാൻ ബാത്റൂമിൽ സ്ലിപ്പാട്ടി വീണയാണ്. അതല്ല, ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂം വീണല്ലേ, ഇവളോട്ട് പ്രശ്നം വന്നപ്പോൾ ഇവളെന്നെ തള്ളി ഞാൻ താഴെ പേടിച്ചാണ്. താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്ലിങ്, ആ ബെൽറ്റ് ഊരി അവളെന്നെ അടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞ് കാണിച്ചത് അവിടെ ദേഷ്യമാണ്. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല. ആ കുഞ്ഞ് അവനെ ബെൽറ്റ് ഊരി അടിച്ച് അവൻ്റെ തള്ളി താഴെയിട്ട് ഇതെല്ലാം ചെയ്ത ആ ഒരു വ്യക്തിയെ പറ്റി അവൻ പറയുമ്പോൾ ആ കുഞ്ഞ് നമുക്കൊക്കെയാണ് ദേഷ്യം വരില്ല. നമ്മളെ അങ്ങനെയൊക്കെ ചെയ്തവരെ കയറി കുഞ്ഞ് അവളെന്നല്ലേ നമ്മൾ പറയുള്ളൂ, അല്ലെ അവൾ എന്നെ ഇത്ര ഉപദ്രവിച്ചിട്ടുള്ളതെന്നല്ലേ പറയുള്ളൂ. അപ്പോഴും ഇവൻ്റെ അഭിനയം അങ്ങോട്ട് ഓവർ ആക്ടിങ് കൂടിയിട്ട് ആ കുഞ്ഞ് അയ്യോ എന്ത് പറയാനാ. പിന്നെ ഇവൻ ഈ പെൺകുട്ടിയുടെ കൂടെ പഠിച്ച ഒരു കുട്ടി, അതായത് അതുല്യയുടെ കൂടെ പഠിച്ച ഒരു കുട്ടി അനന്തുവിൻ്റെ ചാനലിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അനന്തു ഇന്നത് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ടുണ്ടായി, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് ഈ അതുല്യയുടെ വിവാഹം നടക്കുന്നത്. അവരുടെ ബാച്ചിൽ ആദ്യമായിട്ട് വിവാഹം നടത്തിയ കുട്ടിയാണ്. ആദ്യമൊക്കെ ഭയങ്കര ചിരിയും കളിയായിരുന്നു, പക്ഷേ പിന്നീട് പോകെ മിണ്ടാട്ടമില്ലായി. പിന്നെ ഇവർ കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു സെക്സ് അഡിക്റ്റാണ്, വേദനിപ്പിക്കുന്ന സെക്സിൽ. സാഡിസം അങ്ങനെയാണല്ലോ, സാഡിസത്തിൻ്റെയും ഒക്കെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ ആ കുട്ടി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അനന്തുവിൻ്റെ ചാനലിൽ. ആ കമൻറ്റ് വായിക്കാവേ. അനന്തു, അതുല്യ എൻ്റെ ഫ്രണ്ടാണ്, ഡിഗ്രിക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു ഇവരുടെ കല്യാണം. അപ്പോൾ ഇവൾക്ക് 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ കല്യാണം കഴിഞ്ഞത് അവളുടെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും അവൾ ക്ലാസ്സിൽ വന്നിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ. പിന്നെ അവൾ സൈലൻ്റ് ആയി തുടങ്ങി. ഞങ്ങൾ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ലായിരുന്നു, പിന്നെ ചോദിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ പതിയെ കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു തുടങ്ങി ഞങ്ങളോട്. അവൻ ശരിക്കും സെക്സ് അഡിക്റ്റ് ആയിരുന്നു. അതാണ് ആ മെയിൻ പോയിൻ്റ്. അപ്പോൾ എന്തെല്ലാം തരത്തിലാണ് എൻ്റെ പൊന്നോ പീഡനം നടന്നിരിക്കുന്നത്. അവൻ സെക്സ് അഡിക്റ്റ് ആയിരുന്നു. അത് ചെയ്യുന്നത് അവളെ വേദനിപ്പിച്ചുകൊണ്ടാണ്. ഇതൊക്കെ നമ്മളൊരു കമൻറ്റ് വഴി വായിക്കുമ്പോൾ അല്ല, അത് അനുഭവിക്കുന്നവർക്കറിയാം. പലയിടത്തും റേപ്പ് നടക്കുന്നു, ബലാത്സംഗം നടക്കുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ, ഇതും അതിൻ്റെ ഒരു മിനി പതിപ്പാണ്. അതൊക്കെ സഹിച്ച് എങ്ങനെ ഒരു സ്ത്രീ നിൽക്കാൻ, ഇവരൊക്കെ എങ്ങനെ ഈ 12 വർഷമൊക്കെ നിന്നെന്നതിൻ്റെ ദൈവമേ ഞാൻ ഓർക്കുന്നു. അത് ചെയ്യുന്ന അവളെ വേദനിപ്പിച്ചുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഇതിനിടയിൽ ഒരുപാട് തവണ ഡിവോഴ്സ് കൊടുത്തു. പക്ഷേ അപ്പോഴൊക്കെ അവൻ അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞു. അങ്ങനെ അതാണ് ഒരു മെയിൻ പോയിന്റ്. ഈ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത. അയ്യോ എന്നെ വിട്ടുപോലെ, നീയല്ലേ എൻ്റെ എല്ലാം എന്നും പറഞ്ഞ് കാലിൽ പിടിച്ച് കിടന്ന് പൊട്ടി കരഞ്ഞ് അഭിനയിക്കും. അത് പോരാണ്ട് അവൻ്റെ ബന്ധുക്കാരെയൊക്കെ അവൻ പിണക്കി വെച്ചിരിക്കുക. അപ്പോൾ ആ പെൺകുട്ടി എന്ത് വിചാരിക്കും, അയ്യോ സത്യമാണല്ലോ ഇവൻ്റെ സ്വഭാവം, ഇന്നല്ല നാളെ നന്നാവുമെന്ന്. അവൾ വീണ്ടും അവൻ്റെ കൂടെ പോകും. കുറച്ച് നാളത്തേക്ക് അവൻ അവളോട് വലിയ സ്നേഹം കാണിക്കും, പിന്നെയും പഴയ പോലെ തന്നെ ആവും. അതാണ് സത്യം. ഇത് തന്നെയാണ് സ്ഥിരം നടക്കുന്നത്. ഒരിക്കൽ ഇവളുടെ അടിവയറ്റിൽ ചവിട്ടിയിട്ട് ബ്ലീഡിങ് ആയി. അതൊന്ന് ആലോചിച്ചേ. ബ്ലീഡിങ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അവൾ. ഇതൊക്കെ കുറച്ച് വർഷങ്ങൾ മുമ്പുള്ളതാണ് കേട്ടോ. ഇപ്പം എത്ര വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്? 10-12 വർഷമായി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇപ്പോഴും ഇത് തുടരുന്നുണ്ടായിരുന്നു. പാവം അവൾ ഒരുപാട് അനുഭവിച്ചു. ഇപ്പോഴും ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഈ കമൻറ്റ് ഞാനിവിടെ വായിക്കുന്ന സമയത്ത് ഇതിനെക്കാട്ടും തീവ്രമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. അനന്തു ഇന്ന് ചെയ്ത ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ അനുഭവിച്ചിട്ട് ഡിവോഴ്സായി ഉള്ള മക്കളെ കൊണ്ട് ഇറങ്ങിപ്പോയി ഒരു കുഞ്ഞു തൊഴിലേ കിട്ടിയാൽ ആ തൊഴിൽ കൊണ്ട് ജീവിച്ചു പോന്ന് അന്തസ്സായിട്ട് വലിയ പണക്കാരൊന്നും ആയില്ലെങ്കിലും മനസമാധാനമായിട്ട് കഴിയുന്ന അന്തസ്സുള്ള പെൺകുട്ടികളും ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. നാട്ടുകാരെ ഭയന്നിട്ട് വെളിയിൽ ഇതറിഞ്ഞ അഭിമാനത്തിന്, കാരണം ഇപ്പം അത്
അതുല്യയുടെ കാര്യം മാത്രം നമുക്കെടുക്കാം. ദുബായിൽ വലിയ 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഹസ്ബൻഡാണ് അതുല്യയുടെ. അതുല്യ അവിടെ ഫ്ലാറ്റിൽ എല്ലാ സൗകര്യത്തോടും കഴിയുന്നു. ഇവിടെ നാട്ടിൽ വന്ന് കഴിക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുമ്പോൾ തന്നെ ഇത്ര ഉയർന്ന ശമ്പളമൊക്കെ മേടിക്കുന്ന ഒരാളുടെ വൈഫല്ലേ, ആകെ ഒരു കൊച്ചുണ്ട്, നല്ല സന്തുഷ്ട ഫാമിലി, കാഴ്ചയ്ക്ക് വായിക്കും ഒരു കുഴപ്പമില്ല, മിടുക്കനാണ്, അതുല്യ മിടുക്കിയാണ്, എല്ലാം സംതൃപ്തി. അപ്പോൾ അവരുടെ ഇടയിലോട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഡിവോഴ്സായി വരാൻ നടക്കില്ല. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഒരു അപമാനമാണ്. അപ്പോൾ എന്തേലും പ്രശ്നം ഇവർക്ക് വല്ല അവിഹിതമുണ്ടോ അല്ലെ അവനുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നാട്ടുകാർ ചോദിക്കും. അതും ഒരു പ്രശ്നം. നമ്മുടെ സൊസൈറ്റിയുടെ ആ ഒരു ചിന്താഗതിയും ഈ പെൺകുട്ടികളെ ഈ ഒരു അദൃശ്യ ചങ്ങല കാലിലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്ന് കുടുംബത്തിൽ ഇപ്പം നമ്മൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അനിയത്തിമാർ ആ കുടുംബത്തിലുണ്ട്. നമ്മൾ പെട്ടെന്ന് കയറും പൊട്ടിച്ച് കെട്ടും പൊട്ടിച്ച് അങ്ങോട്ട് പോയി നിന്ന് ആ പെൺകുട്ടികളുടെ കല്യാണത്തെ അത് ബാധിക്കും. ഒരു പെണ്ണ് കാണാൻ വരുമ്പോൾ തന്നെ പണ്ട് തൊട്ടേ ഉള്ള അവസ്ഥ തന്നെയായി, ഇപ്പോഴും ആ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. പെണ്ണ് കാണാൻ വരുമ്പോൾ ചേച്ചി ഡിവോഴ്സാണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു ഇമേജ് കോട്ടമാണ്. അതറിയാവുന്നതുകൊണ്ടാണ് ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ പെൺകുട്ടികളെ എടി സഹിക്ക്, നീ പൊറുക്ക്, നീ സഹിക്ക്, നീ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും, നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക, ഇങ്ങനെയാണ് ദാമ്പത്യം, ഇങ്ങനെയാണ് കുടുംബം, ഈ വക ഡയലോഗുകളായിരിക്കും അവളോട് ഉപദേശിച്ചു കൊടുക്കുക. അതിൻ്റെ കാര്യം ആ പെൺകുട്ടിക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. ഇനി അനിയത്തിമാരില്ല, ആങ്ങളമാരാവുള്ളെങ്കിൽ ആങ്ങളമാർ കല്യാണം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു പെൺകുട്ടി ആ വീട്ടിൽ കാണും. അപ്പോൾ ഈ പെൺകുട്ടി കയറും പൊട്ടിച്ച് അങ്ങോട്ട് വന്നിരിക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. ആ കുട്ടിക്കും സ്വന്തം വീട്ടിൽ കയറത്തില്ല. അത് നമ്മൾ ആലോചിക്കണം. ഏത് പെൺകുട്ടിക്കും സ്വന്തം വീട്ടിൽ പിന്നെ സ്ഥാനമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏത് പെൺകുട്ടിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം വീട്ടിലോട്ട് ഒന്നാമതായിട്ട് അച്ഛനമ്മമാർക്ക് വിളിക്കാൻ അവർക്ക് ധൈര്യമില്ല. അവർക്കും പ്രായമായി കാണും. അതിൻ്റെയൊക്കെ ഒരു പരിമിതി ഉണ്ട്. നമുക്ക് കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അതറിയാം. രണ്ടാമത് നമ്മുടെ സമൂഹത്തിൻ്റെ ആ കണ്ണുണ്ടല്ലോ, കാഴ്ചപ്പാട്, അയ്യോ ഇവളെന്താണ് എന്നുള്ള ഒരു രീതി. 2 ദിവസം ഭർത്ത വീട്ടിൽ നിന്ന് 2 ദിവസം സ്വന്തം വീട്ടിൽ നിന്ന് 3-ാം ദിവസം നാട്ടുകാർ നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴേ ചോദിക്കും, എന്താ വന്നേ, എന്താ പോണില്ലേ എന്ന്. ആ ചോദ്യം അവർ പ്രതീക്ഷിക്കുന്ന ഉത്തരം കയറ് പൊട്ടിച്ച് വന്നാണെന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ളതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ, സ്ത്രീകൾ ഈ അപമാനം മുഴുവൻ സഹിച്ചു നിൽക്കുന്നത്. ഏതായാലും ഇതൊക്കെ 10 വർഷം മുന്നേ നടന്ന കാര്യം. ഇപ്പം ഇരുന്ന് വീഡിയോയിൽ ഇനി ആരും അങ്ങനെ ചെയ്യണ്ടേന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പം പെൺകുട്ടികൾ സത്യത്തിൽ ഇതിൽ നിന്നൊക്കെ ഒത്തിരി മാറിപ്പോയി. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ലാത്ത അവസ്ഥയാണ്. പെൺകുട്ടികൾ ചാടിക്കയറി ഒരു കപ്പ് ചായയുടെ പരിചയത്തിലൊന്നും ഒരാളെയും കെട്ടത്തില്ല. ഇനി അഥവാ ഇപ്പം എല്ലാവർക്കും വിദ്യാഭ്യാസമായി ജോലിയായി എല്ലാം ഉണ്ട്, കൂടുതലും പേരും ഇതുപോലത്തെ അവമാനങ്ങളൊന്നും സഹിച്ച് നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും ഇട്ടിട്ട് പോരുന്നുണ്ട്. കുറച്ച് പേരാണ് ഇപ്പോഴും ഈ അടിമത്തം, ബ്ലഡിൽ അലിഞ്ഞ പോലെയുള്ള ഒരു അടിമത്തമുണ്ട്. ആ അടിമത്തത്തിൽ ആ അദൃശ്യ ചങ്ങല കാലിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ആ പൂട്ടിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.